സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഇന്ന് 8ാമത്തെ അധ്യായമാണ് ഏകാദശ സ്കന്ധത്തിലെ നാം അവലോകനം ചെയ്യാൻ പോകുന്നത്. ഭൂതശുദ്ധിയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. നാരായണ ഋഷി നാരദനോട് പറയണു, ഇനി ഞാൻ അങ്ങയോട് ഭൂതശുദ്ധി ചെയ്യേണ്ട വിധത്തെക്കുറിച്ച് പറയാം. മൂലാധാരത്തെ തൊട്ടുണർത്തി പരദേവതയെ ആയ കുണ്ടലിനിയെ സുഷുമ്ന നാഡിയിലൂടെ ബ്രഹ്മരന്ധ്രം പ്രാപിച്ചതായി സങ്കൽപ്പിക്കണം. 6 യന്ത്രങ്ങളുണ്ട്, ചക്രങ്ങളുണ്ട്. നമ്മളുടെ സുഷുമ്ന നാഡിയിൽ നിന്നാണ് പറയണത്. അത് പടിപ്പടിയായിട്ട് പറയണത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന 6 ചക്രങ്ങളെയാണ് ഷഡ്ചക്രങ്ങള എന്ന് പറയുക. പിന്നെ നമ്മുടെ തലയുടെ മൂർധാവിലുള്ള ചക്രത്തിനെ സഹസ്രാരം അഥവാ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നു. യോഗസിദ്ധിയിൽ കൂടുന്നതായിട്ടുള്ള സിദ്ധപുരുഷന്മാര് നമ്മളുടെ ആ പ്രാണവായുവിനെ മൂലാധാരത്തിൽ നിന്നും സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ 6 ചക്രങ്ങളിൽ കൂടി കയറ്റി സഹസ്രാരം അഥവാ ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ച് ആ പ്രാണനെ ബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കുന്നതായിട്ടുള്ള യോഗമാർഗത്തിലൂടെ സിദ്ധന്മാര്, യോഗീശ്വരന്മാര് നേടുന്നതായിട്ടുള്ള ആ മുക്തിയെ അവിടെ പറയണു. അങ്ങനെ അവരൊക്കെ മുക്തി നേടുന്നുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ പാദം മുതൽ കാൽമുട്ടുവരെ ഭാഗത്തെ ചതുഷ്കോണവും സവജ്രകവും ലം ബീജാഢ്യവും സ്വർണവർണവുമായ പൃഥ്വിയായി സ്മരിക്കണം. അതിനു മുകളിലായി നാഭി വരെ ശ്വേതവർണമായിട്ടുള്ള ജലമണ്ഡലമായിട്ട് സ്മരിക്കണം. നാഭി മുതൽ ഹൃദയം വരെ അഗ്നിമണ്ഡലമായിട്ട് സ്മരിക്കണം. ഹൃദയത്തിൽ നിന്ന് ഭ്രൂമധ്യം, പുരുകക്കുടികൾക്ക് നടുവരെയുള്ള ഭാഗങ്ങളെ വായുമണ്ഡലമായിട്ട് സ്മരിക്കണം. ആ ഭ്രൂമധ്യം മുതൽ ബ്രഹ്മരന്ധ്രം വരെയുള്ള ഭാഗങ്ങളെ ആകാശമണ്ഡലമായി സ്മരിക്കണം. ഇങ്ങനെ ഓരോ ഭൂതത്തെയും സ്മരിച്ച് ഉറപ്പിച്ചതിന് ശേഷം ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകം ഓരോന്നിൽ ലയിപ്പിക്കണം. ഭൂമിയെ ജലത്തില്, ജലത്തെ അഗ്നിയില്, അഗ്നിയെ വായുവില്, വായുവിനെ ആകാശത്തിൽ ലയിപ്പിക്കണം. ആ പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തി ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാ പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തി ഉണ്ടായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആകാശത്തിൽ നിന്നും വായു, ഇത് 2ൽ നിന്നും 3ാമതായി അഗ്നി, അത് 3ൽ നിന്നും 4ാമതായിട്ട് ജലം, അത് 4ൽ നിന്നും 5ാമതായിട്ട് പൃഥ്വി അഥവാ ഭൂമി എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് നമ്മൾ വന്ന വഴി. ഇനി പോകുന്ന വഴിയും അതേ വിധത്തിൽ തന്നെ ആയിരിക്കണം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അതിനെയാണ് ഇവിടെ ഭൂമിയെ ജലത്തിലും, ജലത്തിനെ അഗ്നിയിലും, അഗ്നിയെ വായുവിനും, വായുവിനെ ആകാശത്തിലും ലയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ലയിപ്പിച്ച ആകാശത്തെ അഹങ്കാരത്തിലും, അഹങ്കാരത്തെ മഹത്തത്വത്തിലും, മഹത്തത്വത്തെ പ്രകൃതിയിലും, ആ പ്രകൃതിയെ ആത്മാവിലും ലയിപ്പിക്കണം. ഇപ്രകാരത്തിൽ ഈ യോഗമാർഗം കൊണ്ട് എങ്ങനെയാണ് ഈ ശരീരത്തിനെ, പഞ്ചഭൗതാത്മികമായിട്ടുള്ള ഈ ശരീരത്തിനെ പഞ്ചഭൂതങ്ങളിലും
ആത്മാവിനെ പരമാത്മാവിലും ലയിപ്പിക്കുന്നത് എപ്രകാരമാണ് എന്നുള്ളതിനെയാണ് ഇവിടെ വളരെ ചുരുക്കിയാണ് ഇവിടെ പറയുന്നത്. 10-20 ശ്ലോകങ്ങൾ മാത്രമുള്ളതായിട്ടുള്ള ഒരു അധ്യായമാണ് ഇത്. ഇതെല്ലാം അഷ്ടാംഗയോഗ മാർഗത്തിൽ വരുന്നതായതുകൊണ്ടും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായതുകൊണ്ടും പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഇന്നത്തെ നിലയിൽ വളരെ 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 ദുർഘടമാണ്. മാത്രമല്ല, ഇതിനെ നമുക്ക് വേണ്ട വിധത്തിൽ പറഞ്ഞു തന്ന് ചെയ്യിക്കാൻ കഴിവുള്ളതായിട്ടുള്ള ഗുരുക്കന്മാരെ ആദ്യം കിട്ടുക എന്നുള്ളത് വളരെ കഷ്ടമാണ്. ഭാഗവതം പഠിക്കാനും മറ്റുള്ള പുരാണങ്ങൾ പഠിപ്പിക്കാനും വേദമന്ത്രങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ ആളെ കിട്ടിയെന്ന് വരും. പക്ഷെ ഇതൊക്കെ പഠിപ്പിക്കാൻ ആളെ ഒന്നും കിട്ടുന്നില്ല. കാരണം ഈ ഒരു പ്രവൃത്തി മാർഗത്തിലേക്ക് പോയാലും ജീവിച്ച് പിന്നിരിക്കില്ല. അവരിതാ അങ്ങനെ അത് ചെയ്ത് അവരുടെ ആത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിച്ച് മുക്തി നേടിപ്പോയി കഴിഞ്ഞിരിക്കണം. അപ്പൊ പിന്നെ നമുക്കിത് പറഞ്ഞു തരാനായിട്ട് അവരെവിടെയാ ഉണ്ടാവില്ല. പിന്നെ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്ത ചിലര് അല്പസ്വല്പമൊക്കെ നമുക്ക് ഈ യോഗമാർഗത്തിനെ കുറിച്ചെല്ലാം പറഞ്ഞു തരുമെന്ന് മാത്രം. ഇന്നിപ്പോ യോഗ എന്നുള്ളത് ഉപയോഗിക്കുന്നത് മോക്ഷമാർഗത്തിന് വേണ്ടിയിട്ടല്ല, തടി കുറയ്ക്കാനും കുടവയറ് കുറയ്ക്കാനും ഒരു എക്സസൈസായിട്ടും ഒക്കെയാണ് ഇന്ന് യോഗയെ കൊണ്ടു നടക്കുന്നത്. ആ യോഗയുടെ തത്വങ്ങൾ, അതിൻ്റെ പരമമൂല്യങ്ങൾ തന്നെ ഇന്ന് പോയിരിക്കുകയാണ്. വാസ്തവത്തിൽ പതഞ്ജലി യോഗ എന്തിനാ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ, യുജ്ജ എന്ന വാക്കിൽ നിന്നാണ് യോഗ എന്നുള്ള വാക്കുണ്ടായത്. യോജിപ്പിക്കുക. എന്തിനെ? ഈ ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് ബ്രഹ്മവുമായിട്ട് യോജിപ്പിക്കുക. അതിന്റെ ക്രിയയാണ് ഈ യോഗ. അതിന് പല ആസനങ്ങളും പലതും ചെയ്ത് ഇന്ദ്രിയ സംയമനങ്ങളൊക്കെ ചെയ്ത് അഷ്ടാംഗയോഗം ഞാൻ പറഞ്ഞില്ലേ, പടിപ്പടിയായി കയറി ആ സമാധിയിൽ ഇരുന്നു കൊണ്ട് ഷഡ്ചക്രങ്ങളിൽ കൂടി ഈ പ്രാണനെ പതുക്കെ 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 മുകളിലേക്ക് കയറ്റി ബ്രഹ്മരന്ധ്രത്തിൽ കൂടി അതിനെ ആ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്നതായിട്ടുള്ള മാർഗങ്ങൾ. ഇതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയാത്തതാണ്. ഇതെല്ലാം പറഞ്ഞു തന്ന് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഗുരുനാഥനെ കിട്ടുക എന്നുള്ളതും അതികഠിനമാണ്. പക്ഷേ ഇവിടെ ഒരു വിഷയമായിട്ട് ദേവി ഭാഗവതത്തിൽ പറഞ്ഞതുകൊണ്ട് അതിനെ ഒന്ന് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നമുക്ക് ഇനി നാളെ 9ാധ്യായത്തിലേക്കാണ് കടക്കേണ്ടത്. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.